ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടുണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു മീഡിയം സൈസ് സബോളയാണ്, നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. ഇനി ഞാൻ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം വലിയ 2 ഉരുളൻകിഴങ്ങ് ഇതേപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഞാൻ കുക്കറിൽ 2 വിസിലടിപ്പിച്ചിട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഞാനൊരു 7 ചെറിയ കഷ്ണം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 2 വിസിലോളം അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാനിവിടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് മസാല തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സബോള ഇതേപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സബോളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും, പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ കുത്തുമണം മാറണ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി വേവിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് പൊതിനയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ആഡ് ആക്കണം. അപ്പോൾ നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കനിക്ക് ആ പൊടി മസാലപ്പൊടികളൊക്കെ ചേരണ വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അന്നെങ്കിലാണ് ആ ഫ്ലേവർ ചിക്കനിൽ പിടിക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഉരുളൻകിഴങ്ങ് നമുക്ക് ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉടച്ച് നന്നായിട്ട് കൊടുക്കണം, എന്നെങ്കിലാണ് നമുക്ക് അത് പരത്തുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ റോളിക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റോളിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് ഞാനൊരു ഷേപ്പാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ആ ചിക്കൻ റോളിൻ്റെ നീണ്ട ഒരു ഓവൽ പോലത്തെ ഷേപ്പില്ല, അതിലേക്ക് ഞാൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഉരുട്ടിയിട്ട് അതിൻ്റെ 2 അറ്റ ഭാഗമല്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം കേട്ടോ, എന്നെങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ആ 2 അറ്റ ഭാഗമൊക്കെ ഇതേപോലെ ഇങ്ങനെ പരപ്പാക്കി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇതിൽ ഷേപ്പിൽ തന്നെ ഞാൻ എടുത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഷേപ്പിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് കലക്കിയെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ഷേപ്പിന് മുക്കിയിട്ട് വേണം, മാവിൽ മുക്കിയിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഞാനൊരു കപ്പോളം മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അതിനെ നന്നാക്കിയിട്ടൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. കൂടുതൽ ലൂസാകണ്ട, കുറച്ച് തിക്കായിക്കോട്ടെ, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ മാവിനെ നമുക്ക് ലൂസാക്കി കിട്ടാൻ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചു കൊടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഞാനൊരു 8 ബ്രെഡോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്രെഡിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് പൊടിച്ച് കിട്ടണം, നമുക്ക് ക്രഷ് ചെയ്തെടുക്കില്ല, നന്നായിട്ട് പൊടിഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡിനെ ഇങ്ങനെ പീസാക്കി എടുക്കാം കേട്ടോ, പൊടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ആദ്യം 2 പീസാക്കി, അതിനുശേഷം പിന്നെയും പീസാക്കി ഇട്ടെന്നെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ മിക്സിയിൽ ഇരുന്നിട്ട് പൊടിയില്ല. അപ്പോൾ നമുക്കിതിനെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ മാവിൽ മുക്കിയതിന് ശേഷം ബ്രെഡിലും കൂടി ഒന്ന് ടാബ് ചെയ്തതിന് ശേഷം നമുക്ക് മുക്കി പൊരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഷേപ്പാക്കി വെച്ചിട്ടുള്ള മസാലേനെ ഞാൻ മാവിൽ മുക്കി അതിന് ശേഷം ബ്രെഡിലിട്ടിട്ട് ടാബ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നമുക്ക് അതിനൊന്ന് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിൽ ടാബ് ചെയ്തതിന് ശേഷം വീണ്ടും അതിന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ 2 അറ്റവും ഒന്ന് പരപ്പാക്കിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്.
എല്ലാം ഞാൻ ഷേപ്പാക്കിയിട്ട് ഇതേപോലത്തെ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ റോളിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പാൻ ചൂടാക്കിയതിന് ശേഷം അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ ഓരോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ റോള് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. വളരെ കുറച്ച് മാത്രമേ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റോളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകണം.